എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പി കെ ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഡിയംസ് ആണ് കേട്ടോ. ഇഡിയംസിന്റെ നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 50 ഇഡിയംസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിന്റെ നോട്ട്സ് എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം ഒട്ടും കളയാനില്ല. 51 തൊട്ട് തുടങ്ങാം അല്ലെ. ക്ലോസ് ഷേവ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസ് ഷേവ് എന്ന് പറഞ്ഞാല് നാരോ എസ്കേപ്പ് അല്ലെ, വളരെ ക്ലോസ് ആയിട്ടുള്ള ഷേവ് ആണ്. വളരെ ക്ലോസ് ആയിട്ട് ഷേവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതേപോലെ നാരോ എസ്കേപ്പ് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ് ഫിലിമിലെ ഫഹദ് ഫാസിലിനൊക്കെ ഒന്ന് ഓർത്താൽ മതി കേട്ടോ. ക്ലോസ് ആയിട്ടുള്ള ഷേവ് എന്ന് പറഞ്ഞാൽ നാരോ എസ്കേപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ടു പുൾ എ ലോങ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? ടു പുൾ എ ലോങ് ഫേസ് എന്തായിരിക്കും? ഫേസ് ഇങ്ങനെ ലോങ് ആക്കുക എപ്പോഴായിരിക്കും? വിഷമം വരുമ്പോ അല്ലെ. വിഷമം വരുമ്പോ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ലുക്ക് സാഡ് ആണ് കേട്ടോ. ടു പുൾ എ ലോങ് ഫേസ്. ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്ക് സാഡ്. ഓക്കെ, ലുക്ക് സാഡ്. അടുത്ത് നോക്കാം. എ മൂട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? 53rd വൺ. എ മൂട്ട് പോയിന്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. യെസ് ചെയ്ത് നോക്ക്. മൂട്ട് പോയിന്റ് എന്ന് പറഞ്ഞാല് യെസ്, എ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്. എന്താണ്? കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആണ്. ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെയാണ് മൂട്ട് പോയിന്റ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇതേപോലുള്ള ടോപ്പിക് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മൂഡ് പോകുന്ന ഓർക്കാം അല്ലെ. നമ്മുടെ മൂഡ് പോകും എന്നുള്ള രീതിയിൽ ഓർക്കാം. മൂട്ട് പോയിന്റ്. ഓക്കെ, മൂട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. 54. ടേൺ ദി കോർണർ. എന്താണ് ടേൺ ദി കോർണർ എന്ന് പറഞ്ഞാൽ? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കൂ കേട്ടോ. ടേൺ ദി കോർണർ. ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് കോർണർ ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ അത് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓവർകം ഡിഫിക്കൽട്ടീസ്. ഓക്കെ, ടേൺ ദി കോർണർ എന്ന് പറഞ്ഞാൽ ഓവർകം ഡിഫിക്കൽട്ടീസ്. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്, ഓവർകം ഡിഫിക്കൽട്ടീസ്. പുൾ ദ വൂൾ ഓവർ വൺസ് ഐ എന്ന് പറഞ്ഞാൽ എന്താ? പുൾ ദ വൂൾ ഓവർ വൺസ് ഐ. കണ്ണിക്കൂടെ ഇങ്ങനെ വൂള് പുൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ണ് കെട്ടുക എന്നൊക്കെ ഉള്ള ഒരു മീനിങ് അല്ലെ. പറ്റിക്കുക, കബളിപ്പിക്കുക, ഡിസീവ് ചെയ്യുക അല്ലെ. അപ്പൊ എന്താ ആൻസർ ആയിട്ട് വരുന്നത്? ഡിസീവ് ചെയ്യുക. ഓക്കെ, കബളിപ്പിക്കുക, വഞ്ചിക്കുക, ഒരാളുടെ കണ്ണ് കെട്ടുക അല്ലെ. അപ്പൊ കബളിപ്പിക്കുക, ഡിസീവ് കേട്ടോ. ഓക്കെ അല്ലെ. അടുത്ത് നോക്കാം. ബാക്ക് ഓൺ വൺസ് ഫീറ്റ്. ബാക്ക് ഓൺ വൺസ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ച് സ്വന്തം കാലിൽ നിന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഓക്കെ, ടു ബി ഹെൽത്തി ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ഇൽനെസ്. അസുഖമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ നോർമൽ ഹെൽത്തി ആയിട്ട് വരിക. അതിനെയാണ് എന്ത് പറയാ? ബാക്ക് ഓൺ വൺസ് ഫീറ്റ്. ഓക്കെ, ബാക്ക് ഓൺ വൺസ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ബി ഹെൽത്തി ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ഇൽനെസ്. അടുത്തേക്ക് കയറാം. നെക്സ്റ്റ് വൺ, 57th വൺ. ഗ്രീൻ ഐഡ്. ഗ്രീൻ ഐഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീൻ ഐഡ് നമ്മൾ നേരത്തെ ഏതായിരുന്നു? ഗ്രീൻ ഹോൺ പറഞ്ഞിരുന്നു അല്ലെ. ഗ്രീൻ ഹോൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നോവൈസ് ആണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഗ്രീൻ ഐഡ് എന്താ? ഗ്രീൻ ഐഡ് എന്ന് പറഞ്ഞാല് ജലസ് ആണ് കേട്ടോ. എന്താണ്? ജലസ്, അസൂയുള്ള. അപ്പൊ ഗ്രീൻ ഐ ഉള്ള ആരെങ്കിലൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം. ഏതെങ്കിലും ആക്ടറിനെയോ ആക്ട്രസിനെയോ. അപ്പൊ അവരെ കാണുമ്പോൾ നമുക്ക് അസൂയാണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ഗ്രീൻ ഐഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജലസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് 58th വൺ. ബെഞ്ചമിൻസ് പോർഷൻ. ബെഞ്ചമിൻസ് പോർഷൻ എന്ന് പറഞ്ഞാല് കിട്ടിയോ? ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. നമ്മൾ ഇതിന് പകരം വേറൊരു ഇഡിയം പറയാറുണ്ട്, ലയൺസ് ഷെയർ. എന്താ ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാല്? കാട്ടിലെ രാജാവാണ് അല്ലെ. ഓക്കെ, കാട്ടിലെ രാജാവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു ഷെയർ കൊടുക്കണം. ലയൺസ് ഷെയർ ആണ്. ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാല് ലാർജ് പോർഷൻ അല്ലെങ്കിൽ മെജോറിറ്റി അല്ലെ. മെജോറിറ്റി. അതേപോലെ തന്നെ ബെഞ്ചമിൻസ് പോർഷൻ എന്ന് പറഞ്ഞാലും മെജോറിറ്റി അല്ലെങ്കിൽ ലാർജ് പോർഷൻ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി 59th വൺ. വോട്ട് വിത്ത് വൺസ് ഫീറ്റ്. വോട്ട് വിത്ത് വൺസ് ഫീറ്റ്. ഒരാളുടെ ഫീറ്റ് വെച്ചിട്ട് വോട്ട് ചെയ്യുക അല്ലെ. നമ്മൾ സാധാരണ ഫിംഗർ വെച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ഇത് ഫീറ്റ് വെച്ചിട്ട് വോട്ട് ചെയ്യാൻ പറയുമ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സെൻസ് ആയിരിക്കില്ലേ അല്ലെ. അപ്പൊ എന്തായിരിക്കും? രജിസ്റ്റർ ഡിസപ്രൂവൽ ബൈ ലീവിങ്.
ഇഷ്ടപ്പെടാണ്ട് അവിടുന്ന് ഇറങ്ങി പോവാ, നമ്മുടെ അനിഷ്ടം കാണിക്കുക കേട്ടോ. രജിസ്റ്റർ ഡിസപ്രൂവൽ ബൈ ലീവിങ്. ആൻസർ ഇട്ട് ഓപ്ഷൻ എ. കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ. ഇനി അടുത്തത് 60th വൺ. ടു പെയിന്റ് ദ ടൗൺ റെഡ്. ടു പെയിന്റ് ദ ടൗൺ റെഡ്. ടൗൺ മുഴുവനും റെഡ് അടിക്കുക എന്ന് പറയുമ്പോ സെലിബ്രേറ്റ് ചെയ്യുക കേട്ടോ, സെലിബ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോ എന്താണ് ടു പെയിന്റ് ദി ടൗൺ റെഡ് എന്ന് പറഞ്ഞാല് സെലിബ്രേറ്റ് ചെയ്യുക. നമുക്കൊന്നും കൂടെ നോക്കാം അല്ലെ, ഈ 10 നമുക്കൊന്നും കൂടെ നോക്കാം. എന്റെ കൂടെ തന്നെ എല്ലാവരും ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ എത്രത്തോളം നമ്മുടെ മെമ്മറിയിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നു അത്രത്തോളം നമ്മൾ എക്സാമിന് അത് ഓർക്കും. ഓക്കെ, റിവിഷൻ മസ്റ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കിട്ടാത്തതുണ്ടെങ്കിൽ ആ കിട്ടാത്തത് മാത്രം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, എന്നിട്ട് അത് മാത്രം റിവൈസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ തുടങ്ങാലോ. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ? ക്ലോസ് ഷേവ്. എന്തായിരുന്നു ക്ലോസ് ഷേവ്? നാരോ എസ്കേപ്പ് അല്ലെ. പിന്നെ ടു പുൾ എ ലോങ് ഫേസ്. ഫേസ് ഇങ്ങനെ പുൾ ചെയ്യുക, ലോങ് ഫേസ് ആണ്, അപ്പൊ വിഷമിച്ചിരിക്കുക അല്ലെ. ലുക്ക് സാഡ് ആണ്. മൂഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ടേൺ ദി കോർണർ. കോർണർ ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഓവർകം ഡിഫിക്കൽട്ടീസ്. ഡിഫിക്കൽട്ടീസ് എല്ലാം ഓവർകം ചെയ്യുക, തരണം ചെയ്യുക, ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുക. പുൾ ദ വൂൾ ഓവർ വൺസ് ഐ. കണ്ണ് കെട്ടുക എന്നൊക്കെ നമ്മൾ പറയും, ഒരാളെ പറ്റിക്കുക, കബളിപ്പിക്കുക അല്ലെ. ഇനി അടുത്തയിലേക്ക് കയറാം. ബാക്ക് ഓൺ വൺസ് ഫീറ്റ്. ടു ബി ഹെൽത്തി ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ഇൽനെസ്. അസുഖമൊക്കെ മാറി ഹെൽത്തി ആയിട്ടിരിക്കുക, ആ ഒരു അവസ്ഥേനെ. ഗ്രീൻ ഐഡ് എന്ന് പറഞ്ഞാല് ജലസ് ആണ്, അസൂയുള്ള. അതേസമയം നമ്മുടെ ഗ്രീൻ ഹോൺ ആണെങ്കിലോ നൊവൈസ് ആണ് അല്ലെ. ഇനി ബെഞ്ചമിൻസ് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലാർജ് പോർഷൻ അല്ലെങ്കിൽ മെജോറിറ്റി. ലയൺ ഷെയർ എന്ന് പറഞ്ഞാലും ലാർജ് പോർഷൻ ആണ്. ഓക്കെ. വോട്ട് വിത്ത് വൺസ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? രജിസ്റ്റർ ഡിസപ്രൂവൽ ബൈ ലീവിങ്. ഇറങ്ങിപ്പോയിട്ട് നമ്മുടെ അനിഷ്ടം കാണിക്കുക. ടു പെയിന്റ് ദ ടൗൺ റെഡ് എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യാം. ഇത്ര എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. ബ്രേക്ക് എ ലെഗ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് വിഷസ് ആണ് കേട്ടോ, ബെസ്റ്റ് വിഷസ് ആണ്. ഓക്കെ, അടുത്തതിലേക്ക് കയറാം. ബട്ടർഫ്ലൈസ് ഇൻ വൺ സ്റ്റൊമക്. ബട്ടർഫ്ലൈസ് ഇൻ വൺ സ്റ്റൊമക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലെ, വളരെ നെർവസ് ആണ് അല്ലെങ്കിൽ വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള. ഓക്കെ, സ്റ്റൊമക്കിൽ ബട്ടർഫ്ലൈ എത്തി, അപ്പൊ നമുക്ക് ഭയങ്കര നെർവസ് ആയി, നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചു എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം. അപ്പൊ ആൻസർ നെർവസ് ആണ്. ബട്ടർഫ്ലൈസ് ഇൻ വൺ സ്റ്റൊമക് എന്ന് പറഞ്ഞാൽ നെർവസ് ആയിട്ടുള്ള. ടു ഗീവ് ലിപ് സർവീസ്. ലിപ് സർവീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ലിപ്പ് വെച്ചിട്ട് മാത്രം സർവീസ് കൊടുക്കുക അല്ലെ. അതായത് മേക്ക് ഇൻസിൻസിയർ കോംപ്ലിമെന്റ്സ്. ഓക്കെ, മേക്ക് ഇൻസിൻസിയർ കോംപ്ലിമെന്റ്സ്. ഓപ്ഷൻ ഡി ആണ്. അതായത് നമ്മൾ പറച്ചിൽ മാത്രമേ ഉള്ളൂ, കാര്യങ്ങൾ ചെയ്യുന്നില്ല അല്ലെ. നമുക്ക് എത്ര വേണമെങ്കിലും ലിപ് സർവീസ് ചെയ്യാന്നൊക്കെ പറയും അല്ലെ, പക്ഷെ കാര്യങ്ങൾ നടക്കുന്നില്ല. അതിനെയാണ് നമ്മൾ ടു ഗീവ് ലിപ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു മേക്ക് ഇൻസിൻസിയർ ആണ്. അപ്പൊ ഇവിടെയും നമ്മുടെ PSCക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വാക്കിരിക്കുന്നുണ്ട്, കോംപ്ലിമെന്റ്. ഈ കോംപ്ലിമെന്റിന്റെ സ്പെല്ലിംഗ് നോക്കിയേ, COMPLIMENT. കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് പുകഴ്ത്തുക, പ്രേസ് ചെയ്യുക അല്ലെ, പുകഴ്ത്തുക. ഓക്കെ, ഇനി കോംപ്ലിമെന്റ് ഉണ്ട്, ഈ ഉള്ള കോംപ്ലിമെന്റ്. ഐക്ക് പകരം ഈ വരികയാണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം വരുന്നേ? പോർഷൻ നീഡഡ് ടു കംപ്ലീറ്റ്. കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള അംശം, അതാണ് കോംപ്ലിമെന്റ് കേട്ടോ, ഈ വരുന്ന കോംപ്ലിമെന്റ്. ഇത് നമ്മുടെ PSCക്ക് ഇഷ്ടപ്പെട്ടതാണ്, എല്ലാവരും ശ്രദ്ധിച്ചു പഠിക്കാം. ഓക്കെ, അടുത്തിലേക്ക് കയറാം. 63rd അല്ലെ. വെൻ യു ആർ വിത്ത് യുവർ സുപ്പീരിയേഴ്സ് മൈൻഡ് യുവർ ഡാഷ്. എന്തായിരിക്കും? വെൻ യു ആർ വിത്ത് യുവർ സുപ്പീരിയേഴ്സ് മൈൻഡ് യുവർ പീസ് ആൻഡ് ക്യൂസ്. ഓക്കെ, മൈൻഡ് യുവർ പീസ് ആൻഡ് ക്യൂസ്. അപ്പൊ പീസ് ആൻഡ് ക്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മാനേഴ്സ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുക അല്ലെ. മൈൻഡ് യുവർ മാനേഴ്സ് എന്നൊക്കെ ഒരു മീനിങ് ആണ് പീസ് ആൻഡ് ക്യൂസ് കേട്ടോ. അപ്പൊ വെൻ യു ആർ വിത്ത് യുവർ സുപ്പീരിയേഴ്സ് മൈൻഡ് യുവർ മാനേഴ്സ്. മാനേഴ്സ്. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി ടു ബി റോളിംഗ് മണി. ടു ബി റോളിംഗ് മണി എന്ന് പറഞ്ഞാൽ എന്താ? ടു ബി റോളിംഗ് മണി, ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. നമ്മളിങ്ങനെ പൈസ റോൾ ചെയ്ത് അവസാനം ഭയങ്കര കാശുകാരായെന്ന് ഓർക്കുക അല്ലെ. വെരി റിച്ച് ആണ്. ടു ബി റോളിംഗ് മണി എന്ന് പറഞ്ഞാല് വെരി റിച്ച് കേട്ടോ, വെരി റിച്ച് ആണ്. ഓക്കെ, ഇനി റിച്ചിന്റെ സിനോണിം ആയിട്ട് വരുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ, ഒപ്പുലന്റ്. ഒന്ന് പഠിച്ചേക്കണേ, ഒപ്പുലന്റ്. ഒപ്പുലന്റ് എന്ന് പറഞ്ഞാല് റിച്ച് ആയിട്ടുള്ള, ധനികനായിട്ടുള്ള. നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഈ വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒപ്പ് വാങ്ങുന്ന ഓർക്കാം അല്ലെ. എന്തെങ്കിലുമൊക്കെ
ബ്ലാങ്ക് ചെക്കോ ഒക്കെ നമ്മൾ വാങ്ങുന്ന ഓർക്കാം. ഓക്കെ. അപ്പൊ ഒപ്പുലന്റ് എന്ന് പറഞ്ഞാൽ റിച്ച് ആണ് കേട്ടോ, റിച്ച് ആണ്. അടുത്ത് നോക്കാം, ടു ഈറ്റ് യുവർ വേർഡ്സ്. ടു ഈറ്റ് യുവർ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ടു ടേക്ക് ബാക്ക് വാട്ട് യു ഹാവ് സെഡ്. നമ്മൾ പറയില്ലേ പറഞ്ഞതൊക്കെ മായ്ച്ചു കളഞ്ഞു, അല്ലെങ്കിൽ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു എന്നുള്ള രീതിയിൽ അല്ലെ. ടു ടേക്ക് ബാക്ക് വാട്ട് യു ഹാവ് സെഡ്, അതിനെയാണ് ടു ഈറ്റ് യുവർ വേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടു ഈറ്റ് യുവർ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ടു ടേക്ക് വാട്ട് യു ഹാവ് സെഡ്. ഓക്കെ. അടുത്ത് നോക്കാം, കൗച്ച് പൊട്ടറ്റോ. കൗച്ച് പൊട്ടറ്റോ, കൗച്ച് പൊട്ടറ്റോ വല്ലതും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? എന്താണ് കൗച്ച് പൊട്ടറ്റോ എന്ന് പറഞ്ഞാല്? ലേസി പേഴ്സൺ, ലേസി പേഴ്സൺ. ഓക്കെ. അതായത് എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും, എണീറ്റ് മാറാത്ത അത്രയും ലേസി ആയിട്ടുള്ള ഒരാള് കേട്ടോ. അപ്പൊ അങ്ങനെ ലേസി ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ പൊട്ടറ്റോ ചിപ്സ് ഒക്കെ കഴിച്ചിരിക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കാം. എപ്പോഴും ഇങ്ങനെ TV കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു ലേസി ആയിട്ടുള്ള പേഴ്സണെയാണ് നമ്മൾ കൗച്ച് പൊട്ടറ്റോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോ അടുത്തേക്ക് കയറാം. മദേഴ്സ് വിറ്റ്. മദേഴ്സ് വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, മദേഴ്സ് വിറ്റ്. മദേഴ്സ് വിറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? നാച്ചുറൽ കോമൺ സെൻസ് ആണ് അല്ലെ. നമ്മൾ പറയും കോമൺ സെൻസ് ഇസ് നോട്ട് കോമൺ എന്ന് പറയും അല്ലെ. അതേപോലെ മദേഴ്സ് വിറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? നാച്ചുറൽ കോമൺ സെൻസ്, നാച്ചുറൽ കോമൺ സെൻസ്. എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ. എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ. വേഗം ആൻസർ പറഞ്ഞോളൂ. എന്താണ് ചിപ്പ് ഓൺ യുവർ ഷോൾഡർ? നമ്മുടെ ഷോൾഡറിൽ എപ്പോഴെങ്കിലും ഒരു ചിപ്പ് വന്ന് വീണു എന്നും പറഞ്ഞ് നമ്മൾ അപ്സെറ്റ് ആവേണ്ട കാര്യമില്ല അല്ലെ. അപ്പൊ ആൻസർ എന്താ? ബീങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദി പാസ്റ്റ്. പണ്ട് എപ്പോഴോ നടന്നിട്ടുള്ള ഒരു കാര്യം ഓർത്തിട്ട് അപ്സെറ്റ് ആയിട്ടിരിക്കുക, അതാണ് ചിപ്പ് ഓൺ യുവർ ഷോൾഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഷോൾഡറിൽ ഒരു ചിപ്പ് വന്ന് വീണു അല്ലെ. അപ്പൊ പണ്ട് എപ്പോഴോ വീണിട്ടുള്ള ഒരു കാര്യത്തിന് അപ്സെറ്റ് ആയിട്ടിരിക്കുക, അതിനെയാണ് ചിപ്പ് ഓൺ യുവർ ഷോൾഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ഓക്കെ. ഇനി ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാണ്ട് അല്ലെ. ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക്. ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? റെസംബിൾസ് ഫാദർ ആണ്, അച്ഛനെ പോലെയോ അമ്മയെ പോലെയൊക്കെ സാദൃശ്യമുള്ള കേട്ടോ, അതാണ് ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കാം. ഇനി അടുത്തേക്ക് കയറാം. എ സ്ലാപ്പ് ഓൺ റിസ്റ്റ്. എ സ്ലാപ്പ് ഓൺ റിസ്റ്റ്. നമ്മുടെ റിസ്റ്റില് അല്ലെ, നമ്മുടെ റിസ്റ്റിൽ ഒരു സ്ലാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാല് അത്ര വലിയ പണിഷ്മെന്റ് ഒന്നും അല്ല അല്ലെ. ഒരു മൈൽഡ് പണിഷ്മെന്റ് ആണ്. അപ്പൊ സ്ലാപ്പ് ഓൺ റിസ്റ്റ് എന്ന് പറഞ്ഞാല് മൈൽഡ് പണിഷ്മെന്റ്. ഓക്കെ, സ്ലാപ്പ് ഓൺ റിസ്റ്റ് എന്ന് പറഞ്ഞാല് മൈൽഡ് പണിഷ്മെന്റ്. ഇനി 70th വൺ, ത്രോ ഇൻ ദി ടവൽ. ത്രോ ഇൻ ദി ടവൽ എന്ന് പറഞ്ഞാൽ എന്താ? ത്രോ ഇൻ ദി ടവൽ. ആൻസർ ആക്സെപ്റ്റ് ഡിഫീറ്റ് ആണ് അല്ലെ. തോൽവി സമ്മതിക്കുക. തോറ്റു കഴിയുമ്പോൾ തലയിൽ കൂടെ ടവലിട്ട് പോയിന്നോ മുണ്ടിട്ട് പോയെന്നൊക്കെ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. അപ്പൊ ത്രോ ഇൻ ദി ടവൽ എന്ന് പറഞ്ഞാല് ആക്സെപ്റ്റ് ഡിഫീറ്റ് ആണ് കേട്ടോ. എന്താണ് ആൻസർ? ആക്സെപ്റ്റ് ഡിഫീറ്റ്. ഡിഫീറ്റ് തോൽവി അംഗീകരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ 10 കൂടെ വേഗം ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ബട്ടർഫ്ലൈസ് ഇൻ വൺ സ്റ്റൊമക് എന്ന് പറഞ്ഞാല് വേഗം പറഞ്ഞാൽ എന്താ ആൻസർ? നെർവസ് ആയിട്ടിരിക്കുക. ടു ഗീവ് ലിപ് സർവീസ് എന്ന് പറഞ്ഞാലോ മേക്ക് ഇൻസിൻസിയർ കോംപ്ലിമെന്റ്സ്. വെൻ യു ആർ വിത്ത് യുവർ സുപ്പീരിയേഴ്സ് മൈൻഡ് യുവർ ഡാഷ്, മൈൻഡ് യുവർ പീസ് ആൻഡ് ക്യൂസ്. അപ്പൊ പീസ് ആൻഡ് ക്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? മാനേഴ്സ് ആണ്. ഓക്കെ. ടു ബി റോളിംഗ് മണി എന്ന് പറഞ്ഞാൽ വെരി റിച്ച് ആണ്. അവിടെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക നമ്മുടെ സിനോണിം ഒപ്പുലന്റ് അല്ലെ. ഒപ്പുലന്റ് എന്ന് പറഞ്ഞാൽ റിച്ച് ആണ്. ഇനി ടു ഈറ്റ് യുവർ വേർഡ്സ്. ടു ടേക്ക് ബാക്ക് വാട്ട് യു ഹാവ് സെഡ്. നമ്മൾ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കുക, അതിനെയാണ് ടു ഈറ്റ് യുവർ വേർഡ്സ് കൊണ്ട് പറയുന്നത്. കൗച്ച് പൊട്ടറ്റോ, വേഗം പറ. ലേസി പേഴ്സൺ. മദേഴ്സ് വിറ്റ്, നാച്ചുറൽ കോമൺ സെൻസ്. ചിപ്പ് ഓൺ യുവർ ഷോൾഡർ, ബീങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദി പാസ്റ്റ് അല്ലെ. ചിപ്പ് എപ്പോഴോ ഷോൾഡറിൽ വന്നു വീണു, അത് ഓർത്തിട്ട് ഇപ്പോഴും വിഷമിച്ചിരിക്കുക. സ്ലാപ്പ് ഓൺ ദി റിസ്റ്റോ, മൈൽഡ് പണിഷ്മെന്റ്. സ്ലാപ്പ് ഓൺ ദി റിസ്റ്റ്, മൈൽഡ് പണിഷ്മെന്റ്. ത്രോ ഇൻ ദി ടവൽ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ഡിഫീറ്റ് ആണ് അല്ലെ. തോൽവി അംഗീകരിക്കുക, അതാണ് ത്രോ ഇൻ ദി ടവൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ടങ് ഇൻ ചീക്ക്. ചീക്കിനകത്ത് ടങ്ക് വെച്ച് നോക്കിയേ, എങ്ങനെയായിരിക്കും? ഒന്ന് കണ്ണാടി പോയി നോക്ക്. എങ്ങനെയാണ്? ഹ്യൂമർ ആണ് അല്ലെ. ഈ ചെറിയ കുട്ടികളൊക്കെ ചിലപ്പോൾ നമ്മൾ കളിപ്പിക്കാനായിട്ടൊക്കെ ഇതേപോലെ ഉള്ള ഗോഷ്ടിയൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ടങ് ഇൻ ചീക്ക് എന്താണ്? ഹ്യൂമർ ആണ് അല്ലെ. ഹ്യൂമർ ആണ്. ഇനി ഇൻ എ ബ്രൗൺ സ്റ്റഡി എന്ന് പറഞ്ഞാൽ, ഇൻ എ ബ്രൗൺ സ്റ്റഡി, നോട്ട് പേയിങ് അറ്റൻഷൻ ഇൻ സ്റ്റഡീസ്. നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, അതിനെയാണ് ഇൻ എ ബ്രൗൺ സ്റ്റഡി എന്ന് പറയുന്നത് കേട്ടോ. ഇൻ എ ബ്രൗൺ സ്റ്റഡി. ഓക്കെ. നെക്സ്റ്റ് എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ. എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ. എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ എന്ന് പറഞ്ഞാല് എഗെയിൻസ്റ്റ്
നോർമൽ പ്രൊസീജിയർ. ഓക്കെ, നോർമൽ പ്രൊസീജിയറിൽ നിന്ന് വ്യത്യാസമുള്ള. നമ്മൾ പറയില്ലേ, നമ്മൾ എല്ലാവരും അരി തന്നെയാണ് കഴിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട് അല്ലെ? അപ്പൊ അതേപോലെ അതിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പൊ നോർമൽ പ്രൊസീജിയറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള. ഓക്കെ, എഗെയിൻസ്റ്റ് ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ദി നോർമൽ പ്രൊസീജിയർ. എഗെയിൻസ്റ്റ് എ നോർമൽ പ്രൊസീജിയർ. ഹിയർ ഇറ്റ് ഓൺ ഗ്രേപ്പ് വൈൻ. ഹിയർ ഇറ്റ് ഓൺ ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഹിയർ ഇറ്റ് ഓൺ ഗ്രേപ്പ് വൈൻ. ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത് നമ്മുടെ ആൽക്കഹോളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പൊ സ്പ്രെഡ് റൂമേഴ്സ് ആണ് അല്ലെ? സ്പ്രെഡ് റൂമേഴ്സ്. കുടിച്ചൊക്കെ കഴിയുമ്പോൾ വായി തോന്നണൊക്കെ വിളിച്ച് പറയുന്ന പോലെ സ്പ്രെഡ് റൂമേഴ്സ്. ഇതാണ് ഹിയർ ഇറ്റ് ഓൺ ഗ്രേപ്പ് വൈൻ. ഇനി നമ്മുടെ ഡച്ച് കറീസ് നമ്മൾ പഠിച്ചില്ലേ, അതേപോലെ കേട്ടോ. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇനിയുള്ളതൊക്കെ നമ്മുടെ PYQs ആണ്. നമുക്ക് PYQs നോക്കാം. ഓക്കെ, അപ്പോ ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റ്സ് മാത്രമല്ല നനഞ്ഞിട്ടുള്ളത്, ഡോഗ്സും കൂടെ. അതായത് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ കാറ്റ്സും ഡോഗ്സും ഒക്കെ നനഞ്ഞു എന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. അത്രമാത്രം വലിയ മഴയാണെന്ന് ഓർക്കാം അല്ലെ? അപ്പൊ ഇറ്റ്സ് റെയിനിങ് ഹെവലി. എന്താണ്? ഇറ്റ്സ് റെയിനിങ് ഹെവലി. അപ്പൊ ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റെയിനിങ് ഹെവലി. ഇതൊക്കെ നമ്മുടെ യൂസേജിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല കാര്യമായിട്ട് മഴയൊക്കെ വരുമ്പോ ഇടിയൊക്കെ ജസ്റ്റ് ഒന്ന് മൈൻഡിലോട്ട് വരട്ടെ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് കയറാം. 75 അല്ലേ? അടുത്തത് 76 കേട്ടോ. So many employees got the axe as the company was undergoing financial crisis. ഫിനാൻഷ്യൽ ക്രൈസിസിന് നമുക്കൊരു വേർഡ് അറിയാലോ. എന്തായിരുന്നു? ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, എന്തായിരുന്നു ഫിനാൻഷ്യൽ ക്രൈസിസ്? നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഇഡിയമാണ്. എന്താണ്? ഇൻ റെഡ് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഗോഡ് ദി ആക്സ്. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഗോഡ് ദി ആക്സ്. ഗോഡ് ദി ആക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ജോലി പോയി അല്ലെ? ലോസ് ദി ജോബ് ആണ്. ഓക്കെ, അപ്പോ സോ മെനി എംപ്ലോയീസ് ഗോട്ട് ദി ആക്സ് ആസ് എ കമ്പനി വാസ് അണ്ടർഗോയിങ് ഫിനാൻഷ്യൽ ക്രൈസിസ്. ഇതിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ കൂടി നമുക്ക് ഈ സെന്റൻസ് വായിച്ചാൽ കിട്ടേണ്ടതാണ് അല്ലെ? അടുത്തിലേക്ക് കയറാം. 77 ഹെഡ് ഓവർ ഹീൽസ്. ഹെഡ് ഓവർ ഹീൽസ്. നമുക്ക് വളരെ സന്തോഷം വന്നു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോ തല കുത്തനെ നിൽക്കും എന്നൊക്കെ വെറുതെ ഓർക്കാം അല്ലെ? നമ്മൾ അത്രയും എക്സൈറ്റഡ് ആയി എന്നുള്ള രീതിയിൽ. ഓക്കെ, ഹെഡ് ഓവർ ഹീൽസ് എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ്. ഓക്കെ, വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള, അതിനെയാണ് ഹെഡ് ഓവർ ഹീൽസ്. ഓക്കെ, ഹാൻഡ് ആൻഡ് ഗ്ലൗ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്ന് പറഞ്ഞാൽ വെരി ഫ്രണ്ട്ലി അല്ലെ? വെരി ഫ്രണ്ട്ലി, വെരി ഇന്റിമേറ്റ് എന്നൊക്കെ പറയാം. ഇനി സ്വാൻ സോങ് 79th വൺ. സ്വാൻ സോങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. സ്വാൻ സോങ് നോക്കിയിട്ട് പറഞ്ഞേ. ആൻസർ ദ ലാസ്റ്റ് പബ്ലിക് പെർഫോമൻസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഓർ അത്ലറ്റ്. അതായത് ഒരു ആർട്ടിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു അത്ലറ്റിന്റെയോ ലാസ്റ്റ് പബ്ലിക് പെർഫോമൻസിനെയാണ് പറയാ. ഓക്കെ, അത് മരണം കൊണ്ട് മാത്രമല്ല കേട്ടോ. വേണമെങ്കിൽ മരണമാവാം, അല്ലെങ്കിൽ ഒരാളുടെ ലാസ്റ്റ് പെർഫോമൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്വാൻ സോങ്. അല്ലാണ്ട് സോങ്ങുമായിട്ട് അവിടെ ബന്ധമില്ല. ഏത് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, എന്താണെങ്കിലും കുഴപ്പമില്ല. ലാസ്റ്റ് പബ്ലിക് പെർഫോമൻസ് ആണെന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. 80 എത്തിയ നമ്മള്. എ ബിഗ് ബഗ്. എ ബിഗ് ബഗ് എന്ന് പറഞ്ഞാൽ എന്താ? എ ബിഗ് ബഗ്, എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് അല്ലെ? നമുക്ക് വളരെയധികം വലുതായിട്ടുള്ള ഒരാള്, വലിയ ആള്, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻസ്, നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആള്. അപ്പൊ ബിഗ് ബഗ് എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്. എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്. അപ്പൊ നമുക്ക് ഈ 10 നോക്കാം അല്ലെ? ഓക്കെ, എന്റെ കൂടെ തന്നെ എല്ലാവരും ഒന്ന് റീകളക്ട് ചെയ്യാം. ത്രോ ഇൻ ദി ടവൽ എന്തായിരുന്നു? ആക്സെപ്റ്റ് ഡിഫീറ്റ്. ടങ് ഇൻ ചീക്ക് എന്ന് പറഞ്ഞാൽ ഹ്യൂമർ ആണ്. ബ്രൗൺ സ്റ്റഡി. നോട്ട് പേയിങ് അറ്റൻഷൻ ഇൻ സ്റ്റഡീസ്. എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ. എഗെയിൻസ്റ്റ് ദി നോർമൽ പ്രൊസീജിയർ. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഹിയർ ഇറ്റ് ഓൺ ഗ്രേപ്പ് വൈൻ. സ്പ്രെഡ് റൂമേഴ്സ്. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇറ്റ്സ് റെയിനിങ് ഹെവിലി. സോ മെനി എംപ്ലോയീസ് ഗോട്ട് ദി ആക്സ്. എന്താ? അവരുടെ ജോബ് ലോസ് ചെയ്തു അല്ലെ? ഹെഡ് ഓവർ ഹീൽസ്. എക്സൈറ്റഡ്. ഹാൻഡ് ആൻഡ് ഗ്ലൗ. വെരി ഫ്രണ്ട്ലി. സ്വാൻ സോങ്. ദ ലാസ്റ്റ് പബ്ലിക് പെർഫോമൻസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഓർ അത്ലറ്റ്. എ ബിഗ് ബഗ്. എന്താണ്? പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്. ഇത്ര എല്ലാവർക്കും കിട്ടിയോ? എല്ലാവരും പഠിച്ചോ? എന്റെ കൂടെ തന്നെ പഠിച്ചു പോകുന്നുണ്ടോ? അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഒരു 80 ഇഡിയംസോളം എല്ലാവരും ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും പഠിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ടു പിക്ക് ഹോൾസ്. ടു പിക്ക് ഹോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ടു പിക്ക് ഹോൾസ് എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് സം റീസൺ ടു ക്വാറൽ. തല്ല് പിടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റീസൺ കണ്ടുപിടിക്കുക അല്ലെ?
വെറുതെ ഇരുന്ന് ഇങ്ങനെ പിക്ക് ചെയ്യുക, അങ്ങനെ കുത്തുക, എന്നിട്ട് കുറ്റം കണ്ടുപിടിക്കുക അല്ലെ. ടു ഫൈൻഡ് സം റീസൺ ടു ക്വാറൽ, ടു ഫൈൻഡ് സം റീസൺ ടു ക്വാറൽ, അതാണ് ടു പിക്ക് ഹോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്തേക്ക് കയറാം. 82 അല്ലെ. പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസ് ആൻഡ് കോൺസ് രണ്ടും കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, ഫേവറബിൾ ആയിട്ടുള്ളതും അൺഫേവറബിൾ. പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ ഫാക്ടേഴ്സ്. ഓക്കെ, അടുത്തത് അറ്റ് യുവർ ബെക്ക് ആൻഡ് കോൾ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് യുവർ ബെക്ക് ആൻഡ് കോൾ, ഒരാളുടെ ഫുൾ കൺട്രോളിൽ നിൽക്കുകയാണ് അല്ലെ. ഓക്കെ, അണ്ടർ സംവൺസ് അബ്സല്യൂട്ട് കൺട്രോൾ ആണ്. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി. ഒരാളുടെ ഫുൾ കൺട്രോളിൽ, അറ്റ് യുവർ ബെക്ക് ആൻഡ് കോൾ, അയാള് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളുടെ ഒരു കംപ്ലീറ്റ് കൺട്രോളിൽ നിൽക്കുക എന്നുള്ള മീനിങ് ആണ് അറ്റ് യുവർ ബെക്ക് ആൻഡ് കോൾ. ഓക്കെ, പഠിച്ചേക്കണേ. അണ്ടർ സംവൺസ് അബ്സല്യൂട്ട് കൺട്രോൾ. വുൾഫിഷ് ഐ, വുൾഫിഷ് ഐ എന്തായിരിക്കും? വുൾഫിഷ് ഐ ഗ്രീഡിനെസ് ആണ് അല്ലെ, ഗ്രീഡിനെസ് ആണ്. ഓക്കെ, വളരെ ആർത്തിയുള്ള എന്നൊക്കെ ഒരു മീനിങ് വുൾഫിഷ്. ഓക്കെ, വുൾഫിഷ് ഐ എന്ന് പറഞ്ഞാൽ വളരെ ഗ്രീഡി ആയിട്ടുള്ള, വളരെ സെൽഫിഷ് ആയിട്ടുള്ള. ഓക്കെ, ഇനി 85 നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ, ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ റിട്ടേൺ ഫോം ആണ്, ഇൻ റിട്ടേൺ ഫോം. അടുത്ത് നോക്കാം. കംപ്ലീറ്റ് ദി സെന്റൻസ് യൂസിങ് ദി അപ്രോപ്രിയേറ്റ് ഇഡിയം. ബി കെയർഫുൾ ലെസ്റ്റ് യു ഡാഷ്, എന്തായിരിക്കും ആൻസർ? ബി കെയർഫുൾ ലെസ്റ്റ് യു ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ അല്ലെ. ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ, ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രബിളിലാവുക അല്ലെ. എന്തെങ്കിലും ഒരു ട്രബിൾ, ഒരു പ്രശ്നത്തിൽ ഏർപ്പെടുക, ട്രബിൾ എന്നുള്ളതാണ് ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടറിന്റെ മീനിങ് വരുന്നത് കേട്ടോ. അപ്പൊ ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ട്രബിളിലാവുക. ബി കെയർഫുൾ ലെസ്റ്റ് യു ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ലെസ്റ്റ് വന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ സാധാരണ ലെസ്റ്റിന്റെ കൂടെ ഒരു ഓക്സിലറി വെർബ് യൂസ് ചെയ്യാറുണ്ടല്ലോ. ഏതാണ്? മോഡൽ ഓക്സിലറി വെർബ് ഷുഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എപ്പോഴും ലെസ്റ്റിന്റെ കൂടെ നമ്മൾ ഷുഡ് യൂസ് ചെയ്യണം എന്നില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ഓക്സിലറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോഡൽ ഓക്സിലറി വെർബ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഷുഡ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഇത് കണ്ടപ്പോ ഒന്ന് പറഞ്ഞോന്ന് മാത്രം. നമുക്ക് ഗ്രാമർ ഒക്കെ നമുക്ക് പിന്നീട് എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്താ ആൻസർ ആയിട്ട് വരുന്നത്? ബി കെയർഫുൾ ലെസ്റ്റ് യു ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. 87th വൺ. ഷീ റെസ്പോണ്ടഡ് ടു ഹിം അറ്റ് ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്. അറ്റ് ദി ഡ്രോപ്പ് ഓഫ് ദി ഹാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് ദി ഡ്രോപ്പ് ഓഫ് ദി ഹാറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പെട്ടെന്ന് തന്നെ അല്ലെ, ഒരു ഹാറ്റ് എടുത്ത് താഴെയിടാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഡ്രോപ്പ് ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഇൻസ്റ്റന്റ്ലി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്നുള്ള മീനിങ് ആണ് അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്. കിട്ടുന്നുണ്ടല്ലോ. ഇനി ബാലു പാസ് ദി എക്സാം, ബാക്കി എന്തായിരിക്കും വരിക? വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് അല്ലെ. വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറഞ്ഞാല് സക്സസ്ഫുൾ ആവുക കേട്ടോ. സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാലു പാസ് ദി എക്സാം, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. എന്താണ് ആൻസർ ആയിട്ട് വരിക? വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് അല്ലെ. വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സക്സസ്ഫുൾ ആവുക. എന്താണ്? സക്സസ്ഫുൾ. സക്സസ്ഫുൾ ആവുക എന്നുള്ള മീനിങ് ആണ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ഓക്കെ, ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറഗുലർലി ആണ്. ഇറഗുലർലി, ഇറഗുലർലി. ഓക്കെ, ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും, ഇടയ്ക്ക് വീണ്ടും ഫിറ്റ് ആവും, ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടല്ല, ഇറഗുലർലി കേട്ടോ. ഇനി ബൈ ആൻഡ് ലാർജ് എന്ന് പറഞ്ഞാൽ ലാർജ് എന്നുള്ളൊരു മീനിങ് ആണ്. ഇൻ ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ഇൻ ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഇഡിയത്തിന്റെ പേരിൽ തന്നെ കിട്ടും അല്ലെ. ബ്ലാക്ക് ആൻഡ് ബ്ലൂ. കരി, ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കരി, കരി നീലച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇടിയോ ചതവോ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. നമുക്കൊരു ഇടിയോ ചതവൊക്കെ കിട്ടിക്കഴിയുമ്പോഴല്ലേ കരി നീലച്ചിരിക്കുന്നത്. അപ്പൊ അതിനൊരു വാക്ക് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ബ്രൂയിസ്റ്റ് അല്ലെ. ബ്രൂയിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻജേർഡ്. ഓക്കെ, ഇൻജേർഡ് ആണ് നമ്മുടെ ബ്രൂയിസ്റ്റ്. ഓക്കെ, ഒന്ന് പഠിച്ചേക്കുക. ബ്രൂസ്ലിനൊക്കെ ഓർത്താൽ മതി അല്ലെ. യെസ്, അടുത്തത് 89th വൺ. ബിസിനസ് ഹാസ് നൗ ബിക്കം വെരി ഡോഗ് ഈറ്റ് ഡോഗ്. ചൂസ് ദി മീനിങ് ഫോർ ദി ഇഡിയം ഡോഗ് ഈറ്റ് ഡോഗ്. ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, കോമ്പറ്റിറ്റീവ് ഫോർ പ്രോഫിറ്റ് ആണ്. അടുത്ത് നോക്കാം. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്താണ്? ഞാനൊന്ന് ഹൈഡ് ചെയ്ത് കാണിക്കാം. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. ഓക്കെ,
പണ്ട് കാലത്ത് ഒരു കോക്കും ഉണ്ട് ഒരു ബുള്ളും ഉണ്ട് അവര് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഒരു നിലക്ക് വായിച്ചിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ എന്തായിരിക്കും അത് ശരിക്കുള്ളതാണോ? അല്ല. സ്റ്റോറി ദാറ്റ് കനോട്ട് ബി ബിലീവ്ഡ്. ഓക്കെ, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാല് സ്റ്റോറി ദാറ്റ് കനോട്ട് ബി ബിലീവ്ഡ് ആണ് കേട്ടോ. ഓക്കെ, ഇനി 90th വൺ, ഐ സ്റ്റുഡ് ഹിം ത്രൂ തിക്ക് ആൻഡ് തിൻ. തിക്ക് ആൻഡ് തിൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കണ്ടീഷനിലും അല്ലെ, അണ്ടർ ഓൾ കണ്ടീഷൻസ്, എല്ലാ കണ്ടീഷനിലും അവന്റെ വിഷമ സമയത്തും അവന്റെ നല്ല സമയത്തും എല്ലാം ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അണ്ടർ ഓൾ കണ്ടീഷൻസ് കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 10 ഒന്നും കൂടെ നോക്കാം. ബിഗ് ബഗ് എന്ന് പറഞ്ഞാല് എല്ലാവരും ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്. ടു പിക്ക് ഹോൾസ് എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് സം ക്വാറൽ ടു, ഐ മീൻ റീസൺ ടു ക്വാറൽ. പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ ഫാക്ടേഴ്സ്. അറ്റ് യുവർ ബെക്ക് ആൻഡ് കോൾ എന്ന് പറഞ്ഞാലോ അണ്ടർ സംവൺസ് അബ്സല്യൂട്ട് കൺട്രോൾ. വുൾഫിഷ് ഐ എന്ന് പറഞ്ഞാൽ ഗ്രീഡ്നെസ്. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻ റിട്ടൺ ഫോം. ബി കെയർഫുൾ ലെസ്റ്റ് യു ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ. ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ട്രബിൾ ആവുക. അറ്റ് ദ ഡ്രോപ്പ് ഓഫ് ദി ഹാറ്റ് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെ, ഇൻസ്റ്റന്റ്ലി. പിന്നെ ബാലു പാസ് ദി എക്സാം വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് അല്ലെ, സക്സസ്ഫുൾ ആയിട്ട്. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്താണ്? സ്റ്റോറി ദാറ്റ് കനോട്ട് ബി ബിലീവ്ഡ്, വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്റ്റോറിനെയാണ് പറയാ അല്ലെ, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. തിക്ക് ആൻഡ് തിൻ എന്ന് പറഞ്ഞാലോ അണ്ടർ ഓൾ കണ്ടീഷൻസ്. ഓക്കെ, ഇത്രയും എല്ലാവർക്കും സെറ്റ് ആണോ? ഓർമ്മ കിട്ടുന്നുണ്ടോ? നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് ഒരു 10 കൂടെ വേഗം നോക്കാം. ഓക്കെ, അടുത്തത് ടു ഷോ വൈറ്റ് ഫെദർ. ഇത് PSCക്ക് PYQ ആയിട്ട് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ വീണ്ടും വരുന്നത്. ടു ഷോ വൈറ്റ് ഫെദർ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഷോ സൈൻസ് ടു കവേർഡ് ഐസ് ആണ്, ഭീരുത്വം കാണിക്കുക അല്ലെ, പേടിച്ചിരിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. അടുത്തത് സംതിങ് വിച്ച് കോസസ് ക്വാറൽ. എന്തായിരിക്കും? സംതിങ് വിച്ച് കോസസ് ക്വാറൽ, തല്ല് പിടിക്കാനുള്ള ഒരു റീസൺ. എ ഡോഗ് ആൻഡ് ഐ മീൻ എ കാറ്റ് ആൻഡ് ഡോഗ് ലൈഫ് അല്ലെ, കാറ്റ് ആൻഡ് ഡോഗ് ലൈഫ്. ഈ കാറ്റിന്റെയും ഡോഗിന്റെ ഒക്കെ ലൈഫ് എങ്ങനെയായിരിക്കും? അവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ല് പിടിക്കും എന്നുള്ള രീതിയിൽ ഓർക്കാം. ഓക്കെ, അറ്റ് 6s and 7s എന്ന് പറഞ്ഞാൽ എന്താ? കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ലെ, 6s and 7s കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, 6 ആണോ 7 ആണോ എന്നൊക്കെ അറിയാണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറഞ്ഞാൽ കണ്ണിലുണ്ണി എന്ന് പറയില്ലേ, ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് അല്ലെ, കണ്ണിലുണ്ണി. പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അറ്റ് ആംസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് ആംസ് ലെങ്ത്, വളരെ ക്ലോസ് ആയിട്ടുള്ള അല്ലെ, ചെറിയ ഡിസ്റ്റൻസ് ഉള്ള, അതാണ് ആംസ് ലെങ്ത്. ഒരു ആമിന്റെ ലെങ്ത് അല്ലേ ഉള്ളൂ, അപ്പൊ അത്രയും ക്ലോസ് ആയിട്ടുള്ള. ഓക്കെ, അപ്പൊ സംതിങ് വിച്ച് കോസസ് ക്വാറൽ എന്താണ്? കാറ്റ് ആൻഡ് ഡോഗ് ലൈഫ് ആണ്. ഓക്കെ, അടുത്തേക്ക് വരാം. കിക്ക് ദി ബക്കറ്റ് എന്ന് പറഞ്ഞാല് ടു ഡൈ ആണ്. ഈ ബക്കറ്റ് കിക്ക് ചെയ്ത് അവസാനം കിണറ്റിനകത്ത് വീണെന്ന് ഓർത്തോളൂ കേട്ടോ. അപ്പൊ ടു ഡൈ ആണ്. കിണറിന്റെ അവിടെ വെച്ചിട്ടുള്ള ബക്കറ്റ് ആണ് പോയി കിക്ക് ചെയ്തത്, അത് കിക്ക് ചെയ്തിട്ട് കിണറിനകത്തോട്ട് വീണു എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ടു ഡൈ ആണ് കിക്ക് ദി ബക്കറ്റ്. അടുത്തത് മൈ ഗ്രാൻഡ് ഫാദർ യൂഷ്വലി ഹാഡ് 40 വിങ്സ് ആഫ്റ്റർ ലഞ്ച്. ഇവിടെ 40 വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരു ഷോർട്ട് സ്ലീപ്പ് ആണ് അല്ലെ, ഒരു ചെറിയൊരു ഉറക്കം അല്ലെങ്കിൽ ചെറിയൊരു മയക്കത്തെയാണ് 40 വിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. 40 വിങ്സ് എന്താണ്? ചെറിയൊരു നാപ്പാണ്, ഒരു ഷോർട്ട് സ്ലീപ്പ് ആണ്. പാരിഷ് പമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പാരിഷ് പമ്പ് എന്ന് പറഞ്ഞാൽ ലോക്കൽ പൊളിറ്റിക്സ് ആണ്. ഓക്കെ, ഈ പള്ളിയിലും അവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ പൊളിറ്റിക്സ് ഒക്കെ പറയുന്ന ഓർക്കാം അല്ലെ. അപ്പൊ പാരിഷ് പമ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കൽ പൊളിറ്റിക്സ്, ലോക്കൽ പൊളിറ്റിക്സ്. അടുത്ത് നോക്കാം. ഡോണ്ട് എക്സ്പെക്ട് എനി ഹെൽപ്പ് ഫ്രം ദിസ് ഡാഷ് മാൻ. എങ്ങനത്തെ ഉള്ള മാൻ ആയിരിക്കും? വീരത്വമുള്ള ഒരു മാൻ അല്ലെ. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ചിക്കൻ ഹാർട്ടഡ്. ചിക്കൻ ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ ഫ്രൈറ്റൻഡ് ആയിട്ടുള്ള, ഓക്കെ, വളരെ പേടിച്ചിട്ടുള്ള, ഫ്രൈറ്റൻഡ് ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ചിക്കൻ ഹാർട്ടഡ്. ഓക്കെ, ചിക്കന്റെ ഒക്കെ ഹാർട്ട് എപ്പോ വേണമെങ്കിലും അതിനിങ്ങനെ കൊല്ലാം എന്നൊക്കെ, അത് പേടിച്ച് ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ ഓർക്കുക കേട്ടോ. ചിക്കൻ ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ പേടിച്ചിട്ടുള്ള, ഫ്രൈറ്റൻഡ് ആയിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ് ചിക്കൻ ഹാർട്ടഡ്. ഓക്കെ അല്ലേ? അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ആയി? 96 അല്ലെ. ഇനി അടുത്ത് നോക്കാം. ഡേവിഡ് വർക്ക് ഹാർഡ് ടു കീപ് ദ വുൾഫ് ഫ്രം ദി ഡോർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, ഇത് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് വീണ്ടും വരുന്നത് കേട്ടോ. ടു എസ്കേപ്പ് ഫ്രം പോവർട്ടി. ടു ബ്ലേസ് എ ട്രെയിൽ എന്ന് പറഞ്ഞാൽ, ടു ബ്ലേസ് എ ട്രെയിൽ എന്ന് പറഞ്ഞാൽ ടു ഇനീഷ്യേറ്റ് വർക്ക്, ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുക, ഇനീഷ്യേറ്റ് ചെയ്യുക. ആരും തുടങ്ങാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മളായിട്ട് ആദ്യം ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഇഡിയമാണ് ടു ബ്ലേസ് എ ട്രെയിൽ. ഓക്കെ, ടു ഇനീഷ്യേറ്റ് എ വർക്ക്, ഒരു വർക്ക് ഇനീഷ്യേറ്റ് ചെയ്യാം. മൈ ബ്രദർ ലിവ്സ് ഇൻ യൂറോപ്പ്, സോ ഐ സീ ഹിം വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താ? വല്ലപ്പോഴും ആണ് കാണുന്നത് അല്ലെ. അപ്പൊ വെരി റെയർലി, വല്ലപ്പോഴും.
വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വെരി റെയർലി, വെരി റെയർലി. അടുത്ത ചോദ്യം, ലാസ്റ്റ് വൺ. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാല് യെസ് പറയാവോ? എങ്ങനെയായിരിക്കും ഫിഷിനെ വെള്ളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാല് എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടു ബി ഇൻ ആൻ അൺകംഫർട്ടബിൾ പൊസിഷൻ അല്ലെ? ടു ബി ഇൻ ആൻ അൺകംഫർട്ടബിൾ പൊസിഷൻ, അതാണ് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെ നമ്മൾ 100 ഇഡിയംസ് ഡിസ്കസ് ചെയ്തു. അടുത്തത് നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, കൗച്ച് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ആരാണ്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ക്ലാസ്സിന്റെ നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. PK ലേണിംഗ്സിന്റെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.